കാലത്തിന് ശേഷം നമ്മൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. എന്തോ സിനിമ കാണാൻ പോവാണ് നമ്മൾ. ആടുജീവിതം കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുറച്ച് വരാം. കാറിൽ വെച്ചിട്ട് കഥ പറയാം. കുറച്ചായിട്ട് വരാം. അപ്പോൾ ആടുജീവിതം രക്ഷയില്ലാത്ത സിനിമയാണ് കേസ്. എനിക്കിഷ്ടമായി. കഥ ഞാൻ പറയാനില്ല. ലാസ്റ്റ് മറ്റേ ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് കുഴപ്പമില്ല, അധികം വിഷമം. സെക്കൻഡ് ഹാഫ് നല്ല വിഷമം തോന്നുന്നു കേസ്. എന്നുവെച്ചാൽ മരുഭൂമിക്കൂടെ ഓട്ടോ, ആ പാമ്പ് വരുന്നതും ആ സീനൊക്കെ ഞാൻ ഏതോ 2-3 സീനെ പേടിച്ചു. മറ്റേ ഡോൾബിയുടെ കേസ്. അപ്പോൾ ഡോൾബിയുടെ എന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾ പേടിച്ചു. ഒരു സീനെ ഞാൻ പേടിച്ചു, ഒരു സീനായിട്ട് പേടിച്ചു. ഞാൻ ഞെട്ടിയുള്ളൂ. പക്ഷേ അപ്പുറത്തേക്ക് ആൾ പേടിച്ചിങ്ങനെ എണിച്ച് നിന്നു കേസ്. നീച്ചുന്നില്ല, അങ്ങനെ ചാടി. അതെനിക്കറിയാം. പിന്നെ അങ്ങനെ 2-3 ദിവസം ഉണ്ടായിരുന്നു കേസ് മറ്റേ തിയേറ്ററിൽ വെച്ചിട്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു. അപ്പുറത്തൊരു ഫാമിലി ആയിട്ട് ആളിലാണ് ഇതുണ്ടായത് കേസ്. പിന്നെ ഇപ്പോൾ കുറേ അടിപൊളി സീനുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. എന്തായാലും എല്ലാവരും മസ്റ്റ് വാച്ചാണ് കേസ്. എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് മറ്റേ അതിലാണ് മറ്റേ പൃഥ്വിരാജ് ഡ്രസ്സ് ഷർട്ട് ഊരുമ്പോഴാണ് പൃഥ്വിരാജ് ആ നടൻ ഇമ്മാര് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. മെലിഞ്ഞ് ഗൈസ് എല്ല് കാണാം, അത്രയും മെലിഞ്ഞിട്ടാണ്. ഞാനത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിരുന്നു ഗൈസ്. ഇമ്മാര് ടൈറ്റ് ചെയ്ത് കാണാം. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. ഒത്തുള്ള ഗൈസ് ബൈ. നാളെ കാണാം. നാളെ വലിയൊരു ലോങ് വ്ലോഗുണ്ട്. നാളെ കാണാം ഗൈസ്. ബൈ ബൈ.